ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇപ്പൊ വരും പിന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ മഹിമയോട് ചോദിച്ചു, എങ്കിൽ പിന്നെ രണ്ടാമത് നമ്മുടെ ശ്രുതിയുടെ വെക്കാം, ആദ്യം വർഷയുടെ വെക്കാന്ന് മഹിമ സമ്മതിച്ചു. പക്ഷെ മഹിമയ്ക്ക് ഒരു സംശയം, മഹിമ ആരാ മോള്? ചെന്ന് നമ്മുടെ ശ്രുതിയോട് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ല. ഓഹോ, അപ്പൊ അതുകൊണ്ടാ, അല്ലാതെ നമ്മുടെ മഹിമയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവരുടെ കുടുംബത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടോ ഒന്നും അല്ല നമ്മുടെ ചന്ദ്ര പറഞ്ഞതെന്ന് മഹിമയ്ക്ക് മനസ്സിലായി. എന്തോ ഏതോ ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, മഹിമയ്ക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മഹിമ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കും? ഇനിയിപ്പോ അടുത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമല്ലോ. രണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി, രണ്ടും ഫെയിൽ ആയി പോയിട്ടോ. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ദാമുവിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ദാമു സച്ചിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ സച്ചി കുലുങ്ങുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ മുഹൂർത്തം എടുത്തു. എല്ലാവരും കൂടി നമ്മുടെ വർഷേനെ വിളിച്ചു. വർഷേനെയും ശ്രീകാന്തിനെയും സ്റ്റേജിൽ കയറ്റി, ആ ഒരു മണ്ഡപത്തിൽ കയറ്റിയിട്ട് താലി പിരിക്കൽ ചടങ്ങൊക്കെ നടക്കാണ്. അപ്പൊ നമ്മുടെ ശ്രുതിയും അതുപോലെ മീരയും കൂടെ വന്നു. ഈ സമയത്ത് ഇടയ്ക്ക് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ അച്ഛൻ ഇതുവരെ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നോക്ക്, നീ കണ്ടില്ലേ ശ്രുതിയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്നത്? ഇത് എന്തുമാത്രം സ്വർണമാ, ശ്രീകാന്തിന്റെ ഒരു ഭാഗ്യമേ, ഇതെല്ലാം അവനുള്ളതല്ലേ. അയ്യോ, അല്ല നിന്റെ അച്ഛൻ വരുമ്പോ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നിന്റെ അച്ഛൻ വരുന്നില്ലല്ലോ, ഇനി എപ്പോഴാ എത്തുന്നത്? എത്ര കിലോ സ്വർണം കാണും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരിക. ശ്രുതി പറയാ, വരും വരും, വെയിറ്റ് ചെയ്യ, വരും. അതെ, ഈ മലേഷ്യ എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊന്നും അല്ലല്ലോ, അങ്ങ് ദൂരെയല്ലേ ശ്രുതി, ഞാൻ പറഞ്ഞല്ലോ. അതെ, അമ്മയും എല്ലാവരും നിന്റെ അച്ഛനെയാ കാത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. നിന്റെ അച്ഛൻ വന്നിട്ട് വേണം ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് തല ഉയർത്തി പിടിച്ചൊന്ന് നടക്കാന്. ആ സച്ചിയുടെ ഒക്കെ മുമ്പില് നിന്റെ അച്ഛനെ കൊണ്ടുപോയി അങ്ങ് നിർത്തണം. അവനൊക്കെ എന്താ ഏത് നേരവും നമ്മളെ കളിയാക്കുമല്ലേ ഇട്ട്. ഞാനും വലിയൊരു പണക്കാരന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയെന്ന് എല്ലാവരും കൂടെ അങ്ങ് അറിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ സുധി ഭയങ്കരമായിട്ടും സ്വപ്നങ്ങളൊക്കെ കണ്ടുകൂട്ടാണ്. അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ രേവതി അപ്പുറത്തേക്ക് മാറിപ്പോയില്ല. അപ്പൊ സച്ചി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ദാമു അതും ഇതും ഒക്കെ പറഞ്ഞ് എന്നെ അറിയില്ല എന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ്, അതെ, ഈ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് സച്ചി ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇത് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോ മൗനവ്രതത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ വേണ്ട, ദയവ് ചെയ്ത് എന്നെ പ്രലോഭിപ്പിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് സച്ചിയെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടാ. ഞാനേ കാറിലൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, വാ ഇവിടെ നിന്ന് ഇറങ്ങി വാ, എന്നാലല്ലേ സച്ചി അത് കാണാൻ പറ്റത്തുള്ളൂ. അതിന്റെ അഭിപ്രായം സച്ചി പറയണം. എന്റെ തലതൊട്ടപ്പം സച്ചിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ. എന്നിട്ട് നമ്മുടെ സച്ചി പോകുന്നില്ല. ഇതേസമയം പിന്നെ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചെല്ലുന്നു. ശ്രുതിയോട് വീണ്ടും ചോദിക്കുന്നു, ഇന്നെങ്ങാനും വരുവോടി, എന്നെ നാണം കെടുത്തുവോ? അത് പിന്നെ അമ്മ എനിക്ക് അറിയില്ല എന്നായി. വരും എന്ന് പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ ശ്രുതി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്താടി നീ പറയുന്നത്? നിനക്ക് അറിയില്ലെന്നോ? ഇത്രയും നേരം നീ പറഞ്ഞത് ഫ്ലൈറ്റിൽ കയറിയെന്ന്, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയെന്ന്, എന്നിട്ട് ഇപ്പൊ നിനക്ക് അറിയില്ലെന്നോ? അല്ല, വരും, എപ്പോഴാ ടൈം എന്ന് എനിക്ക് അറിയില്ലെന്നാ പറഞ്ഞത്. ഒരു തരത്തിലാ ഞാൻ എല്ലാവരെയും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വർഷയുടെ അമ്മേനെ കൊണ്ട് എങ്ങനെയാ സമ്മതിപ്പിച്ചതെന്ന് എനിക്ക് അറിയത്തുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ എന്നെ നീ നാണം കെടുത്തരുതേ. നാണം കെടുത്തി കഴിഞ്ഞ എന്റെ തനി സ്വഭാവം നീ അറിയുവേ എന്നൊക്കെ പറയാ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വർഷയുടെ ചടങ്ങിന് വേണ്ടി ഓരോരുത്തരെ വിളിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ രേവതിനെ വിളിക്കുന്നുണ്ട് ചടങ്ങിന്. എന്തോ മഞ്ഞൾ ഇടാനോ, അതുപോലെ തന്നെ കയ്യിൽ എന്തോ കുപ്പിവള ഇട്ട് കൊടുക്കാനോ, എന്തോ കുപ്പിവള ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, സോറി, കുപ്പിവള ഇല്ല. ചന്ദ്രൻ തൊടുന്നു, മഞ്ഞളൊക്കെ മുഖത്തൂടെ വാരി തൂക്കുന്നൊക്കെ ഉണ്ട്. താലിമാറ്റൽ ചടങ്ങൊക്കെ അല്ല, ഇപ്പോഴൊക്കെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നു. പണ്ടൊന്നും ഇതൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ, ആഘോഷിക്കാറില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി വന്നു. രേവതിനെ വർഷ വിളിക്കുകയാണ് കേട്ടോ. വർഷ പറയാ, രേവതി ചേച്ചി കേറി വാ എന്ന് പറയാ. രേവതി മാറി നിൽക്കായിരുന്നല്ലോ. അപ്പൊ വർഷ വിളിച്ചപ്പോ തന്നെ രേവതി പെട്ടെന്ന് വന്നു കേട്ടോ. ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. വർഷ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര ആണെങ്കിൽ ഇവിടെ എന്നത്തിനെ വിളിക്കുന്നതെന്ന് ഭാമേനോട് ചോദിച്ചപ്പോഴത്തേക്കും, എടി അത് മരുമകളല്ലേ, നീ ചിലപ്പോ അവളെ മരുമകളായിട്ട് കണ്ടില്ലെങ്കിലും ആ പെണ്ണുണ്ടല്ലോ വർഷ, അവൾക്ക് ഏടത്തിയായിട്ട് കാണാനേ കഴിയത്തുള്ളൂ. അതുമല്ല, വർഷയുടെ സ്വഭാവം അനുസരിച്ച് രേവതിയോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചന്ദ്ര പല്ലൊക്കെ കടിച്ചമർത്തി കോപ്പ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞു, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു.
ഫോട്ടോ എടുക്കലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ വീണ്ടും വീണ്ടും ദാമു പ്രലോഭിപ്പിച്ച് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറക്കി. എങ്ങനെ ഇരിക്കണ നമ്മുടെ സച്ചി കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സീനെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കാറിന്റെ അടുത്ത് കൊണ്ടുപോയി. സച്ചിക്കാണ് ഒട്ടും താല്പര്യം ഇല്ല ഇയാളുടെ പുറകെ പോകാൻ. അപ്പൊ ഇയാള് വിളിച്ച് ശല്യമാണേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സച്ചി പോയത്. അപ്പൊ സച്ചി പോയി, സച്ചി പുറകെ ചെന്നു. അപ്പം സച്ചിനെ കാറ് തുറന്ന് കാണിച്ചപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചേ, ഇതെന്താ ബിവറേജോ? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇത് കൊണ്ട് നടക്കുന്ന? ഇതൊക്കെ പ്രശ്നമില്ല. ഇതെന്താ ബിവറേജോ? നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, ഇത് ചെറിയൊരു ബിവറേജും ചെറിയൊരു ബാറൊക്കെ തന്നെയാണ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇവൻ എപ്പോഴും നമ്മുടെ കൂടെ വേണം. അറിയാലോ. അല്ല സച്ചി, നീ ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തോ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നു, നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നു. അത് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെന്നേ. നിങ്ങൾ പറയുന്നത് ശരിയാ. അല്ല, പേരെന്താ പറഞ്ഞത്? ദാമു. ദാമു പറയുന്നത് ശരിയാ, സ്വർഗത്തിലൊക്കെ പോകാൻ കഴിയും. ഞാൻ സ്വർഗത്തിൽ പോയിട്ടുമുണ്ട്. നമ്മൾ ഈ ടെൻഷനൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ കള്ളൊക്കെ കുടിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ ലോകത്തെ കാര്യങ്ങൾ വേറെ ഒന്നും അറിയണ്ട. നമ്മള് ഈ ലോകത്തിലെ കാര്യം അറിയാതിരിക്കുന്ന എപ്പോഴാ? സ്വർഗത്തിൽ പോകുമ്പോഴാണല്ലോ. അപ്പൊ അതൊരു പ്രത്യേക സുഖാന്നേ. അതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർഗവും മദ്യവും ഒരുപോലെയാണെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്. ഈ മദ്യം അങ്ങോട്ട് പിടിക്കുക, ഇതങ്ങോട്ട് കുടിക്കുക, എന്നിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പെട്ടെന്ന് സച്ചി ഹോമോൺ ഫാസ്റ്റ് എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, വേണ്ട എനിക്ക് വേണ്ട, ശരിയാവില്ല. ഒരെണ്ണം ഒന്ന് പിടിക്കുന്നത് അടിച്ചു നോക്കി. ബ്രാഞ്ച് സച്ചി അടിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. സച്ചി അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവാ സച്ചി അടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമോ നമ്മുടെ സച്ചി. ഇപ്പൊ കുടിക്കില്ല. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതിയും അതുപോലെ രവീന്ദ്രനും ഒക്കെ സച്ചിനെ നോക്കുമ്പോ കാണുന്നില്ല. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോളെ സച്ചി എവിടെ പോയി? അയ്യോ, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല, നീ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ആ ഒരു സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ പരിഭ്രമിച്ചു പോയിട്ടോ. രേവതിക്ക് ഇങ്ങനെ വെപ്രാളം കയറുന്നു, പരവശം കയറുന്നു. എന്താ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പോയ പോക്ക് എവിടെ പോയി എന്ന് അറിയത്തില്ല. അങ്ങനെ സച്ചിനെ കാണാതെ ഇങ്ങനെ പരവശം അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മീര ശ്രുതിനെ വിളിച്ച് കാണിക്കുകയാണ്, സച്ചി ഇരുന്ന സീറ്റ് കാലിയായിട്ട് കിടക്കുക, ദാമു പണി നടത്തിയിട്ടുണ്ട്, ദാമു കൊണ്ടുപോയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ പോയി നോക്കിയപ്പോൾ ദാമുവിന്റെ അടുത്ത ക്ലാസ്സിൽ കയ്യിൽ കുറച്ച് മദ്യമൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന സച്ചിനെ ഞാൻ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞു. നേരെ ശ്വാസം വീണു നമ്മുടെ ശ്രുതിക്ക്. ഇപ്പൊ എല്ലാം ശരിയാകും, ഇപ്പൊ എല്ലാം ഓക്കെ ആവും, കൂൾ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി തന്നെ ഇങ്ങനെ സമാധാനിക്കുകയാണ്. ഏതായാലും ആ സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ തപ്പി നടക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി എവിടെ ഒരു കാറിന്റെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും സച്ചിയേട്ടാ എന്ന് വിളിച്ചതും ഒറ്റ ഞെട്ടായിരുന്നു സച്ചിയുടെ കയ്യിൽ ക്ലാസ് പെട്ടെന്ന് താഴെ പോവുകയും ചെയ്തു. സച്ചി ഇങ്ങ് മാറുകയും ചെയ്തു. അതെ, ഞാൻ പോവാ ദാമു, ഞാൻ പോവാ, വന്നിട്ടുണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഞാൻ വരുവാ ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് പോവാണ് സച്ചി. അപ്പൊ രേവതി വെച്ച്, സച്ചേട്ടൻ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, അവനുമായിട്ട് സംസാരിക്കാൻ പോയതാ. ആണോ? വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. എന്തിനാ പേടിച്ചു പോകുന്നത്? എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റത്തില്ല രേവതി. അല്ല സച്ചേട്ടൻ മൂത്രം ഒഴിക്കാനൊക്കെ പൊക്കോ. എങ്കിലും സച്ചേട്ടാ, എന്റെ മനസ്സിലെ പേടി ഉയരുകേടും എന്താണെന്ന് സച്ചേട്ടൻ അറിയില്ല. അതുപോലെ തന്നെ അച്ഛനും വല്ലാണ്ടങ്ങ് പേടിച്ചു. അച്ഛൻ പേടിച്ചു പോയോ? പിന്നില്ലേ. എങ്കിൽ പിന്നെ വാ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞ് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചാടാ മോനെ, നീ എവിടെ പോയതാ? നിനക്ക് എന്താ പറ്റിയത്? നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നീ ഈ സമയത്തൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചടങ്ങ് നടക്കുമല്ലേ? അത് പിന്നെ ഇരുന്നിരുന്ന് മടുത്ത് സത്യം പറഞ്ഞാല്. അതും കൊണ്ട് ഞാൻ അപ്പുറം വരെ ഒന്ന് പോയതാ. ഏതായാലും നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് പിന്നെ രേവതിയും സച്ചി അവിടെ ഇരിക്കാൻ തുടങ്ങി. ഏതായാലും സമയം കുറെ ആയി. നമ്മുടെ മഹിമ വന്നിട്ട് വീണ്ടും പറയാ, അതെ വർഷയുടെ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ, ഇനിയിപ്പം ആരുടെയാ നടത്തേണ്ടത്? ശ്രുതിയുടെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര നടത്തണമല്ലോ എന്ന് പറഞ്ഞു. ഇതിനിടയിലാട്ടെ നമ്മുടെ ശ്രുതി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ താലി മാറ്റി കെട്ടിയ ആ ഒരു താലി ഉണ്ടല്ലോ, അല്ലെ താലിയല്ല മാലയുണ്ടല്ലോ, ഒരു 10-15 പവനേലും വരും ഒരു മാല. അപ്പൊ ഈ മാല കണ്ടിട്ട് പറഞ്ഞു, ദേ ശ്രുതി കണ്ടില്ലേ മാലയുടെ ഒക്കെ ഒരു കനവേ, അയ്യോ ഇതൊരു 10-15-20 പവൻ കാണൂലെന്ന് ചോദിച്ചപ്പം കാണും. നിന്റെ അച്ഛൻ വരുമ്പം വലുത് കൊണ്ടുവരുമല്ലോ അല്ലെ? അല്ല നമ്മൾ മേടിച്ചേക്കുന്ന ചെറുതല്ലേ. അച്ഛൻ വരുമ്പോ കൊണ്ടുവരുമായിരിക്കും. എന്റെ പൊന്നു ശ്രുതി, എനിക്കൊന്ന് സമാധാനം തരുന്നുണ്ടോ ചോദിച്ചപ്പോ, നിന്റെ സമാധാനം എന്താ നഷ്ടപ്പെട്ടത്? അല്ല, ഏത് നേരം ഈ കാര്യം ഇങ്ങനെ പറയരുത്. ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എനിക്കും ടെൻഷൻ ആവില്ലേ? അത് മാത്രല്ല, നിങ്ങളുടെ അമ്മ ഉണ്ടല്ലോ വടയക്ഷി. എന്റെ അമ്മ വടയക്ഷിയോ? അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ, എന്നെ പേടിപ്പിച്ച് വിറച്ചോണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാൻ ശ്രുതി, സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഇവിടെ നിന്ന് പോകും.
അയ്യോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും? അച്ഛനെ കാണാതെ ഇത് പറ്റില്ല അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാല് ഞാനും അച്ഛനും തമ്മിലുള്ള ടേം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. എന്നിട്ട് വീണ്ടും സുധി എന്തിനാ അമ്മയുടെ കൂടെ നിന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്റെ പൊന്നു സുധി, നീ സമാധാനമായിട്ടിരിക്കുക. ദീപ, നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം എന്നും പറഞ്ഞ് മണ്ഡപത്തിലേക്ക് കയറി ഇവരൊക്കെ ഇരുന്നു. ഇവരിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ ചെന്ന് ചന്ദ്രയോട് പറഞ്ഞു, ശോ, എങ്കിലും എന്റെ പൊന്നു ചന്ദ്ര, നിന്റെ മോന്റെ അമ്മായിയപ്പൻ മലേഷ്യയിൽ നിന്ന് വരുന്ന കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഇപ്പൊ കാണുന്നൊക്കെ ഓർത്തിരുന്നിട്ട് എന്തു പറ്റി? അത് പിന്നെ വരും അശോക, വരും. അപ്പോഴത്തേക്കും രവീന്ദ്ര പറഞ്ഞു, വരും വരും വരും, ഇത് എന്ന് വരും? എന്റെ പൊന്ന് ചന്ദ്രേ, ഈ കോഴിക്ക് മുലവരിയാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെയാണോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ എന്റെ പൊന്ന് രവിയേട്ടൻ ഒന്നും മിണ്ടാതിരിക്കും, രവിയേട്ടൻ അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങനെ പതുക്കെ നമ്മുടെ ചന്ദ്ര വീണ്ടും മുഹൂർത്തത്തിന്റെ ഒരു സമയം എടുത്തു. മണ്ഡപത്തിൽ കയറിയിരിക്കുന്ന ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട്, നീ എന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലടി, എന്താടി നിന്റെ അച്ഛൻ വരാത്തത്? മര്യാദയ്ക്ക് വിളിച്ചു വരുത്തിക്കോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയോ ഡീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലും കടുപ്പിച്ച് ഭൂതനയെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ശ്രുതി ആണെങ്കിലോ പേടിച്ചു വരച്ചു നിൽക്കുന്നു. ശ്രുതി പറഞ്ഞു, എടി മീരെ, ഇതുവരെ പ്രശ്നം നടന്നില്ലല്ലോടി. അല്ല, സച്ചിയുടെ അടുത്തേക്ക് പോയായിരുന്നു ദാമു, പക്ഷെ ഇപ്പൊ സച്ചി തിരിച്ച് കസേര വന്നിരിക്കുകയാടി എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം ചളവായി കുളവായി പോവോ? ഞാൻ ഇനിയിപ്പൊ എന്താടി ചെയ്യുന്നത്? എനിക്കറിയില്ല. കണ്ടില്ലേ, ആ തള്ള എന്നെ കടിച്ചു കീറുന്ന പോലെ വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കുക. ഇങ്ങനെ രേവതി ആണെങ്കിലോ സച്ചിയോട് പറയാ, അല്ല, ശ്രുതിയുടെ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ സച്ചേട്ടാ. ആര് പറഞ്ഞു വരുന്ന്? എന്റെ പൊന്നു രേവതി, ഞാനൊരു കാര്യം പറയാലോ, ആ പെണ്ണിന് എന്തൊക്കെയോ കള്ളക്കളിയുണ്ട്. ആ പെണ്ണിന്റെ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടുമില്ല. പണ്ടൊരിളയച്ചൻ വന്നത് നീ കണ്ടല്ലോ, അന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തോ ഒന്നും അങ്ങോട്ട് ഒത്തുചേരാത്തതുപോലെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് പിന്നെ ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട രേവതി എന്ന് പറഞ്ഞപ്പം അല്ലേലും അത് തന്നെയാ നല്ലത്. നമ്മൾ എന്തിനാ വെറുതെ ഇതൊക്കെ അന്വേഷിച്ച്? അതിന്റെ ഒന്നും കാര്യമില്ല സച്ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് പങ്കെടുക്കുക, കൂടുക, പോകുക, അത് മാത്രം മതി. ഏതായാലും സച്ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. സത്യമായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് സച്ചേട്ടാ എന്ന് പറയാ. വീണ്ടും നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നു, ചന്ദ്രനെ കാണിക്കുന്നു. ചന്ദ്ര ശ്രുതിനെ നോക്കി പല്ല് കടിക്കുന്നു. നമ്മുടെ ശ്രുതിയാണെങ്കിൽ കിളി പോലെ പോയ പോലെ ഇരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഏകദേശം നാളെയും ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ തന്നെയാണ് അവസാനിക്കാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ബോറാകുന്നുണ്ട്, നിങ്ങൾ കമന്റിലൂടെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ബോറാകുന്നുണ്ട്. നമ്മുടെ കഥ ഇപ്പം കല്യാണ മണ്ഡപത്തിൽ തുടങ്ങിയിട്ട്, കല്യാണ മണ്ഡപമല്ല, താലിമാറ്റൽ ചടങ്ങ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നില്ല. നിങ്ങൾ കമന്റിലൂടെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതായതുകൊണ്ട് നമുക്ക് വന്ന് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. അപ്പം ഇഷ്ടമുള്ളവർ കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ബോറാകുന്നു എന്ന് കമന്റിലൂടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താല്പര്യമുള്ളവർ കാണുക. ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അടിപൊളി അടിപൊളി ആകാംക്ഷയുടെ നിമിഷങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ രേവതിനെ കള്ളിയാക്കുകയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യാനൊക്കെ പോവുകയാണ്. ആര്? നമ്മുടെ മഹിമയ്ക്ക് ലാസ്റ്റ് കിട്ടിയത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കള്ളത്തരം കാണിച്ച് നമ്മുടെ രേവതിനെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ രേവതിനെ രേവതിനെ ഒരു കള്ളിയാക്കുന്നുണ്ട്. കൂടെ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും ഒക്കെ കൂടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല നല്ല സീനുകളൊക്കെ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഉടനെ തന്നെ വരും, നമുക്ക് കാണാം, കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ പുതിയ ബിസിനസിന്റെ കാര്യം നിങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ചെറിയ മെറ്റീരിയൽസും അതുപോലെ തന്നെ കുർത്തീസും സാരീസും ഒക്കെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്കത് കാണിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോസിലെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഏത് മെറ്റീരിയലോ അല്ലെങ്കിൽ പിന്നെ ചുരിദാറോ ഒക്കെ ആണെങ്കിൽ എടുത്ത് നിങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ വാട്സപ്പ് വഴി നിങ്ങൾ മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ. നിങ്ങൾ കോള് പരമാവധി ചെയ്യരുത് കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇത് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കോള് വന്നാൽ ചിലപ്പോൾ ഞാൻ എടുത്തെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വാട്സപ്പ് നമ്പറിൽ എല്ലാവരും മെസ്സേജ് അയക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.